നീ പണ്ട് ക്ലാസ്സിൽ ബെഞ്ചൊന്നും വീണിട്ടുള്ളതല്ലേ? അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ നിനക്ക് അറിയാമല്ലോ. കൈകാര്യം ചെയ്തോണം. അത് ഞാൻ ഏറ്റെന്നേ. എന്റെ അടി ഒന്ന് വലിയ നടക്കടി. ഉച്ചക്ക് മുമ്പ് കോളത്ത് ചെന്നാൽ ആ സായിപ്പുമാരുടെ കൂട്ടുന്ന് പലതും ഒപ്പിക്കാം. എന്റെ തലയില് വിഗ് ഇളകുന്നുണ്ടോന്നൊരു സംശയം. അത് ഇളകാതിരിക്കുന്ന എങ്ങനാ? നല്ല വണ്ണമുള്ള സ്ത്രീയുടെ വിഗ് അല്ലായിരുന്നോ? അത് അടിച്ചു മാറ്റി നിന്റെ തല ഫിറ്റ് ചെയ്തല്ലേ. പിന്നെ വിഗ് ഇളകിയാലും നീ ഇളകായിരുന്നാ മതി. വല്ല കുഴപ്പമുണ്ടാവോ മാധവേട്ടാ? എനിക്ക് ആകെ പേടിയാവുന്നു. എടി അവിടെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നീയായിട്ട് കുഴപ്പം ഉണ്ടാക്കായിരുന്നാ മതി. ഇയാളുടെ കൂടെ കൂടിയ പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം വേഷം കെട്ടണം എന്റെ ദൈവമേ. കെട്ടണോടി കെട്ടണം. എന്ത് ചെയ്യാം, ഞാനൊരു പാപം കലാകാരനായി പോയില്ലേ. എന്തോന്ന് കലാപരിപാടി? ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ കലാപരിപാടി? ദേ മിണ്ടാവും നടന്നോണം, ഇല്ലെങ്കി എനിക്ക് ബാധ കേറുവേ. എടി നാഗവല്ലിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. നീ പുതിയ നമ്പർ വല്ലോടെ ഇങ്ങോട്ട് ഇറക്കാൻ. ദേ ഒരുത്തൻ വരുന്നു. അതെ, എങ്ങോട്ടാ സായിപ്പ് മാതാമേ കൂടി? അയ്യോ, ഇത് മാറ്റി കിട്ടുന്ന സ്ഥലമല്ല. അപ്പുറം കിട്ടും. ഇവനെ പിടിച്ചാൽ നമുക്ക് വേഗം ഇയ്യാ പുയ്യാ. അല്ല മദാമ എങ്ങ് പോവാന്നോ? നമുക്ക് ജവഹർ കോളനി ഒന്ന് കണ്ടിട്ട് പോകാം. ഇവനെ കണ്ടോ? ഇവൻ വഴിമടക്കിയ എന്തേലും ബുദ്ധി പറയടി. ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന ഒറ്റ വാക്ക് നമുക്കൊന്നിച്ച് ഒച്ചത്തി പറയാം. അപ്പൊ അവൻ പൊക്കോളും. എന്റെ അമ്മോ! അയ്യോ! മതിയടി ചിരിച്ചത്. ഇതൊന്നാം പാഠം. ഇതുപോലുള്ള കൂട്ടരെ ഈ വഴിയിൽ ഒരുപാട് കാണും. നോക്കിയും കണ്ട് നടന്നോണം. എന്താടി? അല്ല, ഞാൻ നോക്കി നടക്കാണ്. തീവ്രവാദികൾ ആരെയും കാണുന്നില്ലല്ലോ. കൈ തിരിച്ചിട്ട് വയ്യ രണ്ടിടി കൊടുക്കാനായിട്ട്. ഓ, ഫോൺ. ഹലോ, അതെ, രാജേഷ് ഖന്ന സ്പീക്കിംഗ്. ബോംബോ എവിടെ? ജവഹർ കോളനിയിലോ? ഞാനിത് എത്തിക്കഴിഞ്ഞു. കോൺസ്റ്റബിൾ ജീപ്പ് എടുക്കടോ. കോൺസ്റ്റബിൾ ഇല്ലല്ലേ? വേട്ടക്കാരനായ എന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ബോംബ്. അത് പൊട്ടില്ല, പൊട്ടിക്കില്ലേ രാജേഷ് ഖന്ന. ആ ബോംബ് വെച്ചാൻ ആരായിരുന്നാലും ഈ പുലിയുടെ മുന്നിൽ പൂച്ചയാകും. പൂച്ച പൂച്ച പൂച്ച. ആരും എടുക്കരുത്. മാറി നിക്കടക്കം. മാറി നിക്കടാ. മാറാൻ മാറിക്കിടങ്ങട്. സാറേ, അത് ബോംബാണ്. ബോംബെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആരും പേടിക്കണ്ട, ഇതൊറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആരും പേടിക്കണ്ട. ഈ ചാക്ക് ബോംബ് ടൂറിസം വാരാഘോഷം നടക്കുന്നറിഞ്ഞ് അത് തകർക്കാൻ ഏതോ ഭീകരൻ ഇവിടെ കൊണ്ടുവച്ചതാണ്. അതിനർത്ഥം ഏതോ വിദേശ ഭീകരൻ ഈ കോളനിയിൽ കയറി കൂടിയിട്ടുണ്ടെന്നാണ്. തകർക്കും ഞാൻ. ആ ഭീകരനെയും ഈ ചാക്ക് ബോംബിനെയും ഞാൻ കടിച്ചു കുടയും. കോൺസ്റ്റബിൾ, സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് മതി. ഒരു SI എപ്പോഴും ധൈര്യശാലി ആയിരിക്കണം. മരിച്ചാൽ എനിക്ക് ബഹുമതി കിട്ടും. ബഹുമതി. സാറേ, അത് ബോംബാണ്. ബോംബ്. അമ്മേ, ചാക്ക് ബോംബ് അനങ്ങുന്നു. സംശയമില്ല, ഇതേതോ അത്യാധുനിക ബോംബാണ്. പേടിപ്പിക്കലോ, പോടോ. ഹേയ്, മാറാ. അയ്യേ, പട്ടി ബോംബ്. പൊയ്ക്കോടാ. ഇത് കണ്ട, ബോംബെന്നാ എഴുതിയേക്കണത്. ബോംബാണ് തെറ്റിദ്ധരിച്ച് ഏതൊരു വിവരക്കെട്ടവൻ എന്നെ വിളിച്ചു പറഞ്ഞതാ. അവനെയൊക്കെ എന്റെ കയ്യിലോട്ട് കിട്ടിയാലുണ്ടല്ലോ ഉരുട്ടും ഞാൻ. ഈ രാജേഷ് ഖന്ന ആരാണെന്ന് ഒരു ഒറ്റ എണ്ണത്തിന് ശരിക്കറിയില്ല. ഉരുട്ടും ഞാൻ അവനെയൊക്കെ, ഉരുട്ടും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഒരു പട്ടിയെ കിട്ടിയതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടുന്നു. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചാക്കേട്ടോ ബോംബോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. മൈ ഫോൺ നമ്പർ ഈസ് 100 100.
നിർത്ത് 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 വണ്ടി നിർത്ത് റിവേഴ്സ് ദേ ഒരു മദാമി സായിപ്പും അയ്യോ എന്നാ അടിപൊളി ഗ്ലാമർ എന്നാ അടിപൊളി മദാമ What do you want? ഓ മുടിഞ്ഞ ഇംഗ്ലീഷും ആണല്ലോ ഇതെന്താണ് ആഫ്രിക്കൻ കരടിയോ What? വെളുത്ത മദാമയും കറുത്ത സായിപ്പും നിങ്ങൾ എങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നു Hey man, mind your words. എന്റെ പൊന്നു മദാമേ ഞാൻ നിങ്ങളുടെ വർഗത്തെ അന്വേഷിച്ചടക്കുകയായിരുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു മനസ്സിലാക്കാം മദാമേ ഐ സർച്ച് ഇങ്ങനെ തപ്പി നടക്കായിരുന്നു നിങ്ങളുടെ വർഗത്തെ Oh, yeah. സർക്കാർ വാരാഘോഷം നടത്തിയപ്പോ നിങ്ങളെ മറന്നുപോയതിൽ വിഷമിക്കേണ്ട What? ഗവൺമെന്റ് ഫെസ്റ്റിവൽ വാരാഘോഷം മൈൻഡ് ചെയ്യാത്തത് festival. മൈൻഡ് ചെയ്തില്ല സർക്കാർ വന്നു എന്റെ വീട്ടിലേക്ക് കമ്മിക്കോ 1 മണിക്കൂറിന് 100 rupees 1 മണിക്കൂറിന് 100 rupees ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ Please wait. പ്ലീസ് വെയിറ്റ് Darling, come on. അയാള് പറഞ്ഞത് കേട്ടോ മനുഷ്യ, ഭക്ഷണവും താമസ സൗകര്യം അയാൾ തരാന്ന്. എടി അവനെ നിനക്ക് മനസ്സിലായോ? ഇല്ല. അവൻ ആ തരികിട തങ്കപ്പനാ. ആ. ജവഹർ കോളനിയുടെ ഭൂമിശാസ്ത്രത്തിൽ തരികിടക്ക് ഇവന്റെ പേര് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് തരികിടയായാലും നമ്മൾ അയാളെ തരികിടയാക്കുമല്ലോ. അല്ല അത് വേണോ? വാന്ന്. ആ വാ. സമ്മതിച്ച Okay, we are agreed. അപ്പൊ ഞാനും agree. അപ്പൊ കൈ കൊടു സമ്മതിച്ചല്ല വേഗം എന്റെ വീട്ടിലേക്ക് കമ്മിക്കോ കമ്മിക്കോ വേഗം വീട്ടിലേക്ക് Come on, darling. വേഗം എന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു കുക്കിങ്ങിന് വന്നതാ. മോളിക്കുട്ടി ഇപ്പൊ ഈ പണി തുടങ്ങിയോ? കുക്കിംഗ് എന്ന് പഠിച്ചു? ജീവിക്കണ്ടേ? വണ്ടിയുടെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാൻ ഇപ്പോ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴാ ജീവിതം ശരിക്ക് പഠിച്ചു തുടങ്ങിയത്. ഐ ആം മിസ് ബട്ട്ലർ. പാചകകലയിൽ എല്ലാവിധ ഐറ്റംസും എനിക്കുണ്ടാക്കാൻ അറിയാം. ചില്ലി ചിക്കൻ, മട്ടൻ കുറുമ, ഫിഷ് മോളി, ചൈനീസ് ഫുഡ്, ജപ്പാൻ ഫുഡ്, സുനാമി, തന്മാത്ര എന്ന് വേണ്ട ഇന്ത്യൻ മോഷൻ വരെ ഞാൻ ഉണ്ടാക്കും. ഇന്ത്യൻ മോഷനാ? അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മുടെ ഈ പ്രഥമൻ എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ ഹോട്ടലിട്ടിരിക്കുന്ന പേരാ ഇന്ത്യൻ മോഷൻ. കൂടാതെ നമ്മുടെ ഈ അച്ചാറില്ലേ, അത്യാവശ്യമാണെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ഇവിടെത്തും. ഇവിടെ വരെ ചേട്ടനാണോ പറഞ്ഞത്? അതെ. വനിതാ ഹോസ്റ്റലിൽ ബുൾഡോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്നെ. ബുൾഡോസോ? അതെന്തോന്നാ? ഈ കൊഴുക്കട്ടാ. ഓ, തങ്കപ്പേട്ടൻ കണ്ടിട്ട് പറഞ്ഞു, ഏതോ ഒരു സായിപ്പിന്റെ മദാമയ്ക്കും വെച്ച് വിളമ്പാൻ കുക്കിന് വേണമെന്ന്. ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് ശരി, സന്തോഷായി. അവരിപ്പോ എത്തോ? അവരിപ്പോ എത്തും. ശരി, മോളിക്കുട്ടി വാ. Wow, beautiful. Fantastic. Wonderful. Wow. Sanya Bonsai! Stop! Sanya! Pogale! Ronaldinho, look this. കൊളവാക്കല്ലേ? What is a What happened? No പൂവച്ചൽ ഖാദർ ഒരു എഴുത്തുകാരനാണ്. ഇത് പൂപ്പലടിച്ചക്ക. You know? Come. My ഹൗസിലേക്ക് come. Come. My ഹൗസിലേക്ക് come. Come. My വീട്ടിലേക്ക് come. Very nice. Very nice. Ronaldinho,
Look, house is marvelous. Yes, marvelous. ഇയാള് മൃഗഭാഷ പറയണ എന്താണ്? No മൃഗഭാഷ. യു മലയാളി? No. My grandmother is കൂത്താട്ടുകുളം. My grandfather is London. I am born at London. ആണോ? కొంచెం മലയാളം അറിയാം. എല്ലാ മതാമുമാർക്കും കുറച്ച് മലയാളം അറിയുന്നത് നല്ലതാണ്. നീ എന്തിനാ കിടന്ന് തെറി ചുമ്മാ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലേ മനുഷ്യ. എന്താണ് ഒരു സ്വകാര്യം പറച്ചിൽ? ഇത് ഏത് കാട്ടുജാതിക്കാരനാണ്? He's from Africa. ഹലോ ആഫ്രിക്ക, വെൽക്കം വെൽക്കം വെൽക്കം. എടി പൊന്നമ്മേ, കം സാനിയ ബുൾസൈ, കം റൊണാൾഡിനോ, കം. നല്ല ഐശ്വര്യം. മതി സ്വീകരിച്ചൊക്കെ മതി. വേറി വാടോ ഇവിടെ വന്നിരുന്നു. Beautiful. My grandmother. My papa. Ma. Ay, papa. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു സൗന്ദര്യം. അറിയാം. ചേട്ടൻ പറഞ്ഞിട്ടാ പോയത്, കൊണ്ടേ വരത്തുള്ളൂ. ദിസ് ഈസ് മൈ വൈഫ്. Look, I am Sania Bulsai. That is Ronaldinho, my house. Hi, yes. പല്ലുതേപ്പില്ല. എന്താ ഇപ്പൊ നീഗ്രോ പറഞ്ഞത്? അതെ, ആഫ്രിക്കൻ ഭാഷയാ. കേട്ട് കഴിഞ്ഞാ പേടി തോന്നും. ചായ ചോദിച്ചതാ. എടി പൊന്നമ്മേ, നീ പോയി മുറി കാണിച്ചു കൊടു. ആഫ്രിക്കനെ വിളി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. കുറച്ച് അഡ്വാൻസ് വേണം. കുറച്ച് അഡ്വാൻസ് വേണോ? അഡ്വാൻസ് വേണോ? എന്നാ അഡ്വാൻസ് എല്ലാം കൂടി ഒന്നിച്ച് മതി. വൈലന്റ് മനുഷ്യൻ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇനി ഞാൻ ഈ വിക്കഴിച്ച് മാറ്റിക്കോട്ടെ. അതിലും വേറെ നീ എന്നെ കഴിച്ചു മാറ്റേ, അല്ലെങ്കിൽ ഈ വീട്ടുകാർ അത് ചെയ്യും. എടേ, ആൾമാറട്ടം ഗുരുതരമായ കുറ്റമാ. പോലീസ് പിടിച്ചാലേ ജാമ്യം പോലും കിട്ടത്തില്ല. ആഹാ, എന്നിട്ടാണ് എന്നെ കൊണ്ട് ഈ വേഷമൊക്കെ കെട്ടിച്ചത്. അത് തൽക്കാലത്തേക്ക് നിന്ന് പഠിക്കാനല്ലേ. ഇവിടുന്ന് എന്തെങ്കിലും ഒപ്പിച്ചെടുത്ത ഉടൻ നമുക്ക് തൊഴിൽ മതിയാക്കാം. അപ്പോ അതുവരെ ഞാൻ ഈ മദാമയായിട്ട് തുടരണോ അല്ലേ? എനിക്ക് വയ്യ. എന്നാ പിന്നെ നിന്റെ തോന്നി പോലെ ഞങ്ങൾ ചെയ്യും. ഇപ്പൊ തന്നെ വീട്ടുകാരെ വിളിച്ച് പറയടി. മദാമി, പേരെന്താന്ന് പറഞ്ഞേ? What? പേര് പേര് പേര്. പേര് no no no. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മാഡം. മദാമേ, this is ഞാൻ. യെസ്, പേര് പൊന്നമ്മ. ഇറ്റ് ഈസ് മോളിക്കുട്ടി. മൈ മോളിക്കുട്ടി. ഓക്കേ. ഓ, കുട്ടി കുട്ടി. കുട്ടിയല്ല, കുന്തം. ഇവരെനി എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? സായിപ്പേ, ചോറ് തിന്നാം. No dear, ചോറ് is very bad. ഇവര് പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ, ഒരുമാതിരി തറ ഇംഗ്ലീഷ്. ഞാൻ ചോദിക്കാം. സായിപ്പേ, സദ്യ വിളമ്പട്ടെ? കേരള ഫുഡ്. ഫുഡ് ഫുഡ് ഫുഡ്. വന്നോളൂ വന്നോളൂ വന്നോളൂ. വന്നോളൂ. വേഗം വാ. മരമണ്ടികള് നമുക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ടോ? എന്നാ ഇനി മുതൽ സദ്യയോട് ഞാനൊരു ശീലമാക്കും. ആണോ? നീ വാ, എനിക്ക് വിശന്ന് നിൽക്കാൻ വയ്യ. വാ, വാ, വേഗം വാ. ഹലോ. വിളമ്പി വെച്ചിരിക്കുന്നത്.
ഓ വേർ ഈസ് കത്തി മുള്ളു? ജസ്റ്റ് എ മിനിറ്റ്. This one. Oh, thank you. This one. ഈ ചോറ് കത്തിയും മുള്ളും കൊണ്ട് കഴിക്കും ആയിരിക്കും. What happened? അവര് കഴിക്കട്ടെ, നമുക്ക് പോയി. പതുക്കെ കഴിക്ക്. ബാബാ എന്റെ പൊന്നെ, എന്തൊരു വെയിലാ. മദാമയും സായിപ്പും ഒക്കെ വെയിലത്ത് കിടക്കാനാ ഇന്ത്യയിലോട്ട് വരുന്നത്. അതിന് നമ്മൾ മദാമ സായിപ്പ് അല്ലല്ലോ. അത് നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഡേ, ഇവിടെ വന്ന് കിടക്കട്ടെന്ന് നീ എന്തിനാ അവരോട് ചോദിച്ചത്? ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചില്ലെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ മനുഷ്യ? എന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോയി. അതും നട്ടപ്പൊരി വെയിലത്ത്. ഇതിലും വേറെ വല്ല തിളച്ചെണ്ണലും കയറി കിടക്കുന്നതായിരുന്നു. ആ, നാളെ നമുക്ക് അതങ്ങ് ചോദിച്ചാലോ? നീ പൊക്കോ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഇതാരാടി വേറൊരു മദാമ? മനുഷ്യന് മലയാളം പറയാതെ. ഹായ്. ഞാനത് മറന്നു. ഞാൻ അങ്ങ് വരാം. ഹലോ. ഇതെന്ത് ഭാഷയാ? ജപ്പാനോ അതോ ജർമ്മനിയോ? I see Japan. We are from Africa, from Hungary. ഓ, ഞാൻ ഈ ഹംഗറിക്കാരെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. പോയി പണി നോക്കാൻ പറയടി. എന്താ അയാൾ പറഞ്ഞേ? പോയി പനി നോക്കാൻ. African language. ഓ, അത് ആളെ കണ്ടാലും തോന്നും. ആ, by the by, your name please. My name is no. Sania Bulsai. ഓ, സാനിയ ബുൾസൈ. അപ്പോ ഇത് സാനിയ, അത് ബുൾസൈ അല്ലേ? Oh no. This is Ronaldinho. Yeah. ഓ, ഞാൻ പോട്ടെ. Oh no. Apple juice കുടിച്ചിട്ട് പോവാം. അയ്യോ, എനിക്ക് വേണ്ട. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ വിശദമായിട്ട് ഒന്ന് പിന്നെ പരിചയപ്പെട്ടുള്ളൂ. ഓക്കെ, ബൈ. ഡേ, ആ പോയുടെ നല്ല കാഞ്ഞു വിത്താൻ തോന്നുള്ളടി. അവക്കൊരു സംശയം തോന്നി കാണുമോ? പിന്നില്ലാതെ. നിങ്ങളെ കണ്ടറിയില്ലേ സായിപ്പല്ലെന്ന്? എടേ, നീ ആരെങ്കിലും സംശയം ചോദിച്ചാൽ ഇതുപോലെ വെയിലത്ത് കിടന്ന് കറുത്തു പോയെന്ന് അങ്ങ് പറഞ്ഞാ മതി. അയ്യാടാ. നിനക്കറിയോ കറുപ്പിനഴക്, വെളുപ്പിനഴക്, കറുപ്പിനഴക്, വെളുപ്പിനഴക്, അറുപ്പിനഴക്, വെളുപ്പിന അക്കുംബാറി, 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 അക്കുംബാറി.